സോ ഗായ്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഹാഷ് മാപ്പ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ഹാഷ് മാപ്പ്? ഹാഷ് മാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കീ വാല്യൂ പെയർ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവില്ല, പക്ഷേ ഞാൻ വി എസ് കോഡ് കാണിച്ചത് എങ്ങനെയാണെന്ന്. വി എസ് കോഡ് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് ഒരു ഹാഷ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഹാഷ് മാപ്പ് നമ്മൾ യൂസ് std collections hash map. ഓക്കെ, let mute a is equal to hash map new. ഓക്കെ, അപ്പം ഇങ്ങനെ ഹാഷ് മാപ്പ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്ട്രിങ് ഓടിച്ചില്ലേ, സ്ട്രിങ് ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ ഒരു രീതി. ഓക്കെ, ഇനി ഇതിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ എറർ വന്ന് എന്താ വെച്ചാൽ നമ്മൾ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈ ചെയ്യാം, പാടൊന്നുമില്ല. ഇങ്ങനെ ഹാഷ് മാപ്പ് നമ്മുടെ കീയുടെ ഡാറ്റ ടൈപ്പ് ഇപ്പോൾ സ്ട്രിങ് കൊടുക്കുകയാണ്, വാല്യൂയുടെ ഒരു i32 കൊടുക്കാം, പെർ വരില്ല. അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്താൽ മതി, ഇൻസേർട്ട് ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത വാല്യൂ ഡാറ്റ ടൈപ്പ് എടുക്കും, ഫിക്സ് ചെയ്യും, പിന്നെ മാറ്റാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യില്ലേ, ആ ഇൻസേർട്ട് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ആയിരിക്കും ഹാഷ് മാപ്പിന് കിട്ടുന്നത്. അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫിക്സ്ഡ് ആണ്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാം. മ്യൂട്ടബിൾ ആക്കുമ്പോൾ മറക്കരുത്. മ്യൂട്ടബിൾ എന്ന് വെച്ചാൽ എനിക്ക് ആഡ് ചെയ്യുന്നില്ല, സ്ട്രിങ് ഒബ്ജക്റ്റ് പഠിച്ചില്ല, അതുപോലെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഡോട്ട് ഇൻസേർട്ട് കീ കൊടുക്കണം, കീ സ്ട്രിങ് ആണ്. അപ്പോൾ ഞാൻ കൊടുക്കുകയാണ് ജാക്ക് എന്ന് കൊടുത്ത് 2 സ്ട്രിങ് വെക്കണം, കാരണം സ്ട്രിങ് ഒബ്ജക്റ്റ് ഉപയോഗിക്കും നമ്മൾ. ഓക്കെ, വാല്യൂ 23 നിങ്ങൾ മൾട്ടിപ്പിൾസ് കൊടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് നമുക്കിന്നെ പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് എല്ലാം കാഷ് മാപ്പാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കോളം ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ അരയുടെ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. കോളം ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ ഒരു ഫോർമാറ്ററാണ്, നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ അതിന് ചിന്തിക്കേണ്ടത്. ഹാഷ് മാപ്പ് കൊടുക്കുമ്പോൾ ഈ സംഘം കൊടുത്തില്ല, അരയിലും കൊടുക്കുന്നുണ്ട്, ടപ്പിലും കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനും കൊടുത്തോ. ഓക്കെ, ഒന്നുമില്ല, ഇത് ഫുള്ളായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയാണ്. ഒരെണ്ണം മതിയെങ്കിൽ എനിക്ക് ആവശ്യമില്ല, കാണിച്ചാൽ ഫസ്റ്റ് ഫുൾ പ്രിൻറ്റ് ചെയ്യാം. കണ്ട, ഫുൾ പ്രിൻറ്റ് ചെയ്ത് വന്ന് കീ വാല്യൂ പോലെ അങ്ങനെ കാണാൻ പറ്റും. രോഹൻ എൻ്റെ വാല്യൂ 43, ജാക്ക് എൻ്റെ വാല്യൂ 23. അങ്ങനെ കീ വാല്യൂ പോലെ നമ്മൾ സേവ് ചെയ്ത് നമ്മൾ അങ്ങോട്ട്. കാരണം ഇത് കീ എൻ്റെ, ഇത് വാല്യൂ എൻ്റെ, അങ്ങനത്തെ ഒരു ഫോർമാറ്റ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹാഷ് മാപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് കീ വാല്യൂ, ഇത് കീ വാല്യൂ, ഇതൊരു കീ വാല്യൂ, ഇതൊരു കീ വാല്യൂ. ഓക്കെ, എനിക്ക് ഒരെണ്ണം ആക്സസ് ചെയ്ത് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കൊടുത്താലും പ്രശ്നമില്ല. ഇത് ഒരെണ്ണം മതി, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, വേണേൽ സ്പെസിഫൈ ചെയ്യാത്തത്. ഓക്കെ, എനിക്ക് എക്സാമ്പിളിന് കീ സ്പെസിഫൈ ആണ് ഇവിടെ. എനിക്ക് എക്സാമ്പിൾ ജാക്ക് വേണം, ജോൺ എടുക്കുക. നമ്മൾ സ്ട്രിങ്ങിൽ ജോൺ എന്ന് കൊടുക്കണം. ഓക്കെ, കണ്ട വാല്യൂ മാത്രം വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരെണ്ണം ആക്സസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് സിമ്പിൾ നിങ്ങൾക്ക് വേരിയബിൾ ആയിട്ട് എടുത്തു, വേരിയബിൾ നമ്മൾ വേരിയബിൾ പേര് കൊടുക്കുമ്പോൾ വാല്യൂ അതുപോലെ തന്നെ. ഓക്കെ, കീ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജോണിന് കൊടുക്കുമ്പോൾ ജോൺ കീ ആണ് നമ്മുടെ, ആ കീ കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ വരും. ഓക്കെ, അപ്പോൾ അതുപോലെ എനിക്ക് ഇതിങ്ങനെ ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പ്രിൻറ്റ് ചെയ്തില്ലേ, അതുപോലെ ഉപയോഗിക്കേണ്ടി. ഇപ്പോൾ കോളം ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിച്ച് അത് വെച്ച് എനിക്ക് ഫോർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഫോർ ബ്രാക്കറ്റ് കാണാം, കെ കോമ വി, ഇഷ്ട ലെറ്റർ കൊടുക്കാം, അങ്ങനെ ABC എന്തെങ്കിലും കൊടുക്കാം. പിന്നെ KV എന്ന് കൊടുത്ത് കീ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ %A. ആൻഡ് വെച്ചാൽ ഹാഷ് മാപ്പ് ഓണർഷിപ്പ് ഓറിയൻറ്റ് കോൺസെപ്റ്റ് ഫോറിയൻറ്റ്. അപ്പോൾ ഞാൻ ഈ സാധനം കൊടുക്കുമ്പോൾ ഈ സാധനം ഇതിനെടുക്കും, ഈ 2 വേരിയബിൾ എടുക്കും. അപ്പോൾ നമുക്ക് പിന്നെ ഈ Aനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ %, ഉപയോഗിച്ചത്. അപ്പോൾ ഓണർഷിപ്പ് ബോറോയിൻ ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ച് ഞാൻ തിരിച്ചു കൊടുക്കും. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാം കീ വാല്യൂ, നമ്മൾ 2 ബ്രാക്കറ്റ് കൊടുക്കാം, കൊടുക്കാം, മനസ്സിലാവേണ്ടി കീ സീക്വൽ കൊടുക്കാം, വാല്യൂ സീക്വൽ കൊടുക്കാം. അപ്പോൾ ഇത് മൊത്തം പ്രിൻ്റ് ആവട്ടെ. കണ്ട, കീ സീക്വൽ ജാക്ക്, വാല്യൂ സീക്വൽ 23, ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യാം. ഫോർ ലൂപ്പ് വെച്ച് ഇങ്ങനെ ചെയ്യാം, ഓർത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് റിമൂവ് ചെയ്യാൻ നോക്കാം. റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് a.remove. അത് നമ്മൾ കീ സ്പെസിഫൈ ചെയ്യണം. എക്സാമ്പിളിന് നമുക്ക് രോഹനെ കളയാം, രോഹൻ. ഓക്കെ, ഞാൻ പ്രിൻറ്റ് ചെയ്യാം Aന, ഇവിടെ കോളം ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ, കണ്ട പ്രിൻ്റ് വന്നു. ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിൽ മാക്കില്ല. ഓക്കെ, മാക്കില്ല ഇതിൽ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യമുണ്ട്, നമുക്ക് പ്രിൻ്റ് ചെയ്തില്ലേ, ആ പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സെയിം ഓർഡർ കിട്ടുമെന്നില്ല. നമ്മൾ കൊടുത്തോണ്ട് ഞാൻ ഫസ്റ്റ് ഇത് കൊടുത്തു, സെക്കൻഡ് ഇത് കൊടുത്തു, തേർഡ് ഇത് കൊടുത്തു, ഫോർത്ത് ഇത് കൊടുത്തു. പക്ഷേ ഈ പ്രിൻ്റ് ആണെന്ന് നോക്കിയാൽ ജാക്ക് ഫസ്റ്റ് വന്നു, അതിന് മാക്ക് വന്നു, ജോം വന്ന് റാൻഡം ഓർഡർ വന്നു. ഇതിൽ നോക്കി കാണാൻ പറ്റും, ഇത് റാൻഡം. ഫസ്റ്റ് ജാക്ക് വന്ന്, പിന്നെ രോഹൻ, ജോൺ,
പിന്നെ മാക്ക് ചില ഓർഡറൊക്കെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓർഡർ നോക്കേണ്ടത് ഹാഷ് മാപ്പ് ഓർഡറിലല്ല സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അതുപോലെ നമുക്ക് വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റൂം ഇപ്പോൾ കളയുകയാണ്. എ ഡോട്ട് ഇൻസേർട്ട്. ഇപ്പോൾ ഇൻസേർട്ട് കൺഫ്യൂഷൻ ആണ്. ഇൻസേർട്ട് നമ്മൾ ഇൻസേർട്ട് ഉപയോഗിക്കുന്നത് പുതിയ വാല്യൂസ്. അതുപോലെ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വാല്യൂസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കീ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ എനിക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ രോഹൻ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ രോഹൻ എന്ന് കൊടുത്ത് വാല്യൂ അത് പുതിയ വാല്യൂ കൊടുക്കണം ഇവിടെ. ഓക്കെ, കീ സെയിം ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ ലോഗൻ 43 ആണ്. നമുക്കൊരു 50 സംതിങ് കൊടുക്കാം. ഒരു 54 കൊടുക്കാം. പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, സോറി നമ്മൾ 2 സ്ട്രിങ് കൊടുത്തില്ല. ഓക്കെ, കണ്ട ഇപ്പോൾ കാണാൻ പറ്റും നമുക്ക് റോഹൻ 54. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് പിന്നെയും ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാഷ് മാപ്പ് ഇൻസേർട്ട് ഫസ്റ്റ് നോക്കും ഈ വാല്യൂ എൻ്റെ ഇതിലുണ്ടോയെന്ന്. ഹാഷ് മാപ്പിൻ്റെ ഫസ്റ്റ് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ അത് പുതിയൊരു ക്രിയേറ്റ് ചെയ്യും. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സിസ്റ്റിംഗ് വാല്യൂ ചേഞ്ച് ചെയ്യും. എക്സാമ്പിൾ രോഹ ഉണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, രോഹ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഈ വാല്യൂ എടുത്ത് റിപ്ലേസ് ചെയ്യും രണ്ടെണ്ണം. ഓക്കെ, അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. അതുപോലെ തന്നെ ഹാഷ് മാപ്പ് വേറെ കുറേ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നോക്കാൻ പറ്റും. കുറേ ഫങ്ഷൻസ് ഉണ്ട്. കപ്പാസിറ്റി ക്ലിയർ, ഗെറ്റ്, ഇൻസേർട്ട്, അതിൽ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് അത്ര ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ആവശ്യം മിക്കതും പറഞ്ഞ് റിമൂവ്, ഇൻസേർട്ട് അതൊക്കെ നമുക്ക് മെയിനായിട്ട് ആവശ്യം വരുള്ളൂ. നമുക്ക് ക്ലിയർ വേണം ഉപയോഗിക്കും. ക്ലിയർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, മൊത്തം ഡിലീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ പ്രിൻ്റ് നോക്കിയാൽ എംറ്റി ആയിരിക്കും. കണ്ട, എനിക്ക് മൊത്തം വാല്യൂ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഏതോട്ട് ക്ലിയർ ഉപയോഗിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഗെറ്റും സാധനമുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഗെറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഞാൻ ഇത് കളയാം, ഡോട്ട് ഗെറ്റ്, അത് കീ സ്പെസിഫൈ ചെയ്യും. എക്സാമ്പിളിന് ഞാൻ രോഹം മതി, രോഹം തന്നെ എടുക്കാം. ഇത് കളയാം. ഓക്കെ, ഈ സാധനം സ്പെസിഫൈ ചെയ്യണം. പ്രിൻ്റ് ചെയ്യാം. കണ്ട, ഇങ്ങനെ ഗെറ്റ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യണം. നേരത്തെ ബ്രാക്കറ്റ് ചെയ്തില്ല, അതുപോലെ എനിക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഉപകാരമുണ്ട്. നമുക്ക് ഇഫ് ലെറ്റർ സാധനമുണ്ട്. അത് ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം ഉപയോഗിക്കുമ്പോൾ ഇച്ചിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് നോക്കണ്ടെങ്കിൽ അറിഞ്ഞോ ഗെറ്റ് വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഹാഷ് മാപ്പ് വേറെ ഇതിൽ നമുക്ക് എടുക്കാം. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കണ്ട ഹാഷ് മാപ്പ് എങ്ങനെ ചെയ്തത് ഞാൻ ഇവിടുന്ന് ഇൻസേർട്ട് മ്യൂട്ടാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഉണ്ട്, എനിക്ക് ഡയറക്റ്റ് കൊടുക്കണം. നമ്മൾ സ്ട്രിങ് ഒബ്ജക്റ്റ് കൊടുത്തത് സ്ട്രിങ് ഫ്രം പോലെ. അതുപോലെ ഇതിലും പറ്റും നമുക്ക് ഫ്രം ബ്രാക്കറ്റ് ഇങ്ങനെ. ഓക്കെ, കൊടുക്കുകയാണ്. കീ ഒക്കെ കൊടുക്കുകയാണ്. ഞാൻ സ്ട്രിങ് അല്ല, അപ്പോൾ ഞാൻ നമുക്ക് ആൻഡ് സ്ട്രിങ് ആക്കാം. അപ്പോൾ അടിക്കാൻ സുഖമായിരിക്കും. കണ്ട, ഇങ്ങനെയും കൊടുക്കാം. നേരത്തെ നമ്മൾ ഈ കേസിൽ നമുക്ക് മ്യൂട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് പ്രിൻ്റ് ചെയ്യാം. കണ്ട, അതുപോലെ വരും. ഓർഡർ കണ്ടിട്ട് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ഓർഡറിലായിരിക്കും. അതുപോലെ കണ്ട് ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫ്രം വെച്ച് ചെയ്തു. ഫ്രം വെച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് ഡയറക്റ്റ് എനിക്ക് ഹാഷ് മാപ്പിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കും. നേരത്തെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യും. നമ്മൾ മ്യൂട്ടബിളായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ ഒരേനോരനായിട്ട്. ഇവിടെ ഡയറക്റ്റ് ഹാഷ് മാപ്പിൻ്റെ ഒപ്പം തന്നെ കൊടുത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഹാഷ് മാപ്പിനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. ഞാൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.